അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള അറഫ നാളായിട്ട് കിടന്നങ്ങല്ലോ. ഈ അറഫ നാളിൽ ഞങ്ങൾ യാറെ ദ്വാർക്കുണായകനിക്കത്തെ ഒരു 3 ദ്വാ ഉണ്ട്. ഈ ഒരു 3 ദ്വാ പടച്ചോണുക്ക് ചുമ്മ ഇഷ്ടമായിട്ട് കിടെ ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ യാറെ ദ്വാ എനിക്കത്തെ ദ്വാം കൂടിയായിട്ട് കിടെ ഏതായിട്ട് കിടന്ന് ഞങ്ങൾ നോക്കുക. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളത് പരിശുദ്ധമായ ശ്രേഷ്ഠമായിട്ടുള്ള അറഫ നാള് ഇണ്ട് ഞങ്ങൾ ആക്കുണായ വലിയ കാര്യം എന്തിനു കേട്ടെങ്കിൽ അത് പടച്ച റബ്ബിടയിലുള്ള ആ ഒരു ദുആ ആയിട്ട് കിടെ. കാരണം ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട് നീനാക്കട ദുആത്തില് പ്രാർത്ഥന പടച്ചോണുക്ക് ചുമ്മ ഖൈറായത് ഇഷ്ടമായത് അറഫ നാളിലുള്ള എനിക്കത്തെ ആ ഒരു ദുആ ആയിട്ട് കിടെ. ഇണ്ടത്തെ നാൾ എന്തിനെ കേട്ടെങ്കിലും പടച്ചോൻ തണ്ടാച്ചുള്ളത് ഗ്യാരണ്ടി ആയിട്ട് കിടെ. അത് മലായിക്കത്ര സാക്ഷി പിടിച്ചിട്ട് പടച്ചോൻ ചൊന്നു കണിക്കത്ത ഒരു വിഷയമായിട്ട് കിടെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടെ പടച്ച റബ്ബിൽ നിങ്ങൾ ചുമ്മപ്പെട്ട കേൾക്കുക. ഒരാളിൽ നിങ്ങൾ ഒരേ വിഷയം ഒരു 4-5 വട്ടം കേൾക്കുമ്പോൾ അയാൾക്ക് നിങ്ങൾ ഒട്ടിക്ക് അർസബോറോ പിന്നെ അയാൾ നിങ്ങളെ ക്യാറാക്കല റീപ്ലേ ആക്കല. പടച്ചോൻ അങ്ങനെയല്ല. നിങ്ങൾ എത്ര ദുആർക്കിടമോ അത്ര പടച്ചോണക്ക് ഇഷ്ടമായിട്ട് കിടെ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ. നന്റെ അടിമ നന്റെയിൽ ദുആർക്കിട്ട് കേൾക്കട്ടെ നാണ് ഉത്തരം തണ്ടാൻ ചൊന്നത് പടച്ചോനായിട്ട് കിടെ. അപ്പൊ നിങ്ങൾ എന്തൊരു ബേജാറിന്നെങ്കിലും എന്തൊരു കഷ്ട ഇന്നേണ്ടെങ്കിലും പഠിച്ചോണ്ടയിൽ നിങ്ങൾ ചൊല്ലുക. ഞങ്ങൾ ധാരാളമായിട്ട് ഇണ്ടത്തെ നാല് ദുആ ഇറക്കുക. ഇണ്ടത്തെ നാല് ഇജാബത്തുണ്ടോ ചൊല്ലത് ഗ്യാരണ്ടി ആയിട്ട് കിടെ. ഞങ്ങൾ ചില ആൾമാറുള്ള എന്തെങ്കിലും കഷ്ടപ്പെടുമ്പോൾ മാത്രമായിട്ട് കിടെ ദുആ ഇറക്കിടെ. അല്ലെങ്കിൽ ദുആ ഇറക്കുകയും ചൊല്ലത് ഒരു മടിയായിട്ട് കിടെ. അല്ലെങ്കിൽ ഒരു ദുആ ഇറക്കുമ്പോൾ ഒരു കൈ പിടിച്ചിട്ട് ഒരു ചന്തത്തിൽ ആമീൻ ചൊല്ലുക സമയത്ത് മടിയായിട്ട് കിടെ. അങ്ങനെയല്ല പഠിച്ചോണക്ക് ഇഷ്ടം. പഠിച്ചോണക്ക് ചുമ്മ ഇഷ്ടം എന്നെങ്കിൽ ആറ് ദുആ ഇറക്കിടാർ ആറ് പഠിച്ചോണ്ടയിൽ കേൾക്കിടാർ. അങ്ങനെയായിട്ട് കിടെ പഠിച്ച റബ്ബുക്ക് ചുമ്മ ഇഷ്ടാട്ടെ. അത് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ടിക്കടെ. ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധം ചൊല്ലത് അതേ ദുആ ആയിട്ടിക്കടെ. നിങ്ങൾ 6 കൈവിട്ടേനെ കണ്ടെങ്കിലും ആ ഒരു ദുആഉള്ള പ്രതീക്ഷ അത് നിങ്ങൾ നഷ്ടപ്പെടുക തീര. പടച്ചോ നിങ്ങൾക്ക് തണ്ടാൻ ചൊല്ല എനിക്കത്തെ അചഞ്ചലമായിട്ടുള്ള ഒരു ഈമാൻ നിങ്ങൾക്ക് ഇന്നിട്ട് പടച്ചോണ്ടിൽ നിങ്ങൾ എന്തൊരു കേട്ടേനെ കണ്ടെങ്കിലും ഉണ്ടെങ്കിലും നാളെ പടച്ചോൺ അതുക്കുള്ള ഉത്തര ജന തണ്ടാൻ ചൊല്ലത് ഗ്യാരണ്ടി ആയിട്ടിക്കടെ. പ്രത്യേകിച്ചും ഇങ്ങനത്തെ അറഫ പോലത്തെ നല്ല 4 പറമ്പത്തുകോ ധാരാളമായിട്ട് നിങ്ങൾ ദ്വാർക്കൂടെ ഈ സമയത്ത് ഒന്നും കൂടി നിങ്ങൾ ചൊന്നോട്ടില്ല. നിങ്ങളുടെ ദ്വാരത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണോ. പ്രത്യേകിച്ചും പടച്ച റബ്ബിക്ക് ചുമ്മ ഇഷ്ടമായിട്ടുള്ള ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലൈഫിൽ യാറെ ദുആ നേടിക്കത്തൊരു 3 ദുആ ഉണ്ട്. ഇണ്ടത്തെ നാൾ നിങ്ങൾ ചുമ്മപ്പെട്ട ആ ദുആ നല്ല ഇഖ്ലാസോടുകൂടെ അതിൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ധാരാളമായിട്ട് ദ്വാർക്കും അല്ലേ. ഒരു ദ്വാരത്തെ അർത്ഥ ഗുന്തായിട്ട് ദ്വാർക്കുമ്പോയിട്ട് ഞങ്ങൾക്കൊരു ഇഖ്ലാസും അത് ആ ഒരു ദ്വാർക്കുള്ള എനിക്കത്തെ ഒരു ആവേശമെല്ലാം ഉണ്ടാവുന്നത്. ഒന്നാമത്തെ ദുആ ചൊല്ലത് മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു. കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുകസ്സിറു അൻ യഖൂൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ യാറെ ദുആ എനിക്കത്തെ സുജൂദിലും ഈ ദുആ എനിക്കത്തെ ഒരു ദുആ ആയിട്ടിക്കടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഞങ്ങൾ എപ്പോഴും ദുആർക്കുണായ ഒരു ദുആ ആയിട്ടിക്കടെ. യാ മുഖല്ലിബൽ ഖുലൂബ് കൽബിടെ ചേഞ്ച് ആക്കിടെ തിരിക്കടെ എനിക്കത്തെ പടച്ച റബ്ബേ സബ്ബിത് ഖൽബി അലാ ദീനിക. നിന്റെ ഹൃദയത്തെ നിന്റെ മനസ്സിലെ നിന്റെ കൽബിടെ നിന്റെ ദീന്റെ മേൽ ഇങ്ങനെ അതിൽ അടിവറച്ച് നിൽക്കട പോലെ ദൃഢമായിട്ട് നിൽക്കട പോലെ നീ ആക്കണോട്ട്. അതാ ആ ഒരു ദുആയുടെ അർത്ഥമായിട്ടിക്കടെ. ഈ ദുആ എപ്പോഴും മുത്തുനബി തങ്ങൾ ദുആ ഇറക്കുമ്പോൾ അപ്പൊ ഒരു 4 ആയിഷ റളിയല്ലാഹു അൻഹ കേക്കടെ എന്തുകായിട്ടിക്കടെ ഇങ്ങനെ ഒരു ദുആ ഇറക്കോ കാണാ. അപ്പായിട്ടിക്കടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് ഓ ആയിഷ കൽബ് ചൊല്ലത് മനസ്സ് ചൊല്ലത് ജന്റെ ബെർല പോലെ ആയിട്ടിക്കടെ. അതിങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതിനെ തിരിപ്പാട്ട് കാവടോ. ഇത് കൽബ് എങ്ങനെ വേണമെങ്കിലും തിരിയോ. ഇന്റെ ഈമാനുള്ള ഒന്നാലെ ഈമാനില്ലാത്ത എനിക്ക് എത്ര അവസ്ഥയ്ക്ക് എത്തും. ഇന്റെ നല്ല മനസ്സ് ശുദ്ധിയില്ലാതെ ഒരു മനസ്സിരി ചേഞ്ച് ആവുക സാധ്യത ഉണ്ടല്ലേ. എത്രയോ ആൽമാരെ നിങ്ങൾ നോക്കിയ അതാ കൽബിൽ ഈമാനിന്ന് എനിക്ക് താൽമ എന്തോ ഒരു ആലോചന പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറയുമ്പോഴത്തേക്കോ മനസ്സിന്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ട് എനിക്കെത്ത അവസ്ഥ. അതല്ലെങ്കിൽ ചില ടെൻഷൻ പറയുമ്പോൾ ബേജാറ് പറയുമ്പോൾ ദുഃഖം പറയുമ്പോൾ അല്ലെ ആ മനസ്സിന്റെ ആ ഒരു സമത്തെ അവസ്ഥ നഷ്ടപ്പെട്ടിട്ട് ഒരു സുസൈഡ് ആക്കുക അല്ലെങ്കിൽ ഹറാമക തിരിയുവാൻ ചൊല്ല എനിക്കത്തെ അതെല്ലാം ബണ്ടവാടായിട്ടിക്കടെ എല്ലാം മനസ്സിലായിട്ടിക്കടെ. അതുകൊണ്ടായിട്ടിക്കടെ മഹാന്മാർ ചൊന്നത് ഖദ് സുമ്മിയൽ ഖൽബു ഖൽബൻ മിൻ തഖല്ലുബിഹി ഫഹദർ അലൽ ഖൽബി മിൻ ഖൽബിൻ വതഹ്വീലി. അതാ കൽബിന്റെ ഒരു പേര് വരോ കാണുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും തിരിയുണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ഫഹദർ നീ എപ്പോഴും ജാഗ്രത ആക്കണോ. മനസ്സ് തിരിയോ തീര അത്
അത് ആ ഒരു ദീനിയായ ആ ഒരു ചൗക്കട്ടിൽ അതിൽ മുന്നിൽ പോകണം, ആ മുസ്തഖീമായ തെറിൽ അതിൽ പോകണം, അതിൽ പോകണം. എന്തെങ്കിലും ഒരു ഈമാനികമായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകൾ പുറമ്പെത്തുക. അല്ലെങ്കിൽ എത്രയോ ആൾമാരെ നിങ്ങൾ നോക്കിയ നല്ല ഈമാൻധാരിയായിട്ടുള്ള ആൾമാർ അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകണ ഗണിക്കത്തെ, അല്ലെങ്കിൽ നല്ല മനുഷ്യന്മാർ പക്ഷേ അവസാനം നോക്കുമ്പോഴത്തേക്കോ സുസൈഡാ കാണണ്ടേ അങ്ങനെ ആ മനസ്ഥിതിയായിട്ട് കിടത്. ചില ആൾമാർ ഈ സുസൈഡാ കിടലെന്നെങ്കിൽ അങ്ങനെ ആ മനസ്സിലെ ആ ഒരു താളം തെറ്റുമ്പായിട്ട് കിട ഈ ഒരു അവസ്ഥ എല്ലാം പറകുള്ള കാണാം. അതുകൊണ്ട് എപ്പോഴും ദ്വാർക്കുണായ ദ്വായിട്ട് കിട യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ ഇതാ മനസ്സിൽ എന്തെല്ലാം ആലോചനകൾ വന്നുകൊണ്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടുണ്ട്. ആ സമയത്ത് നിന്റെ ആ ദീന്റെ മേൽ നിന്റെ ഖൽബിനെ നീ ദൃഢമായിട്ട് നിപ്പാടും ചൊല്ലണിക്കത്തെ ശ്രേഷ്ഠമായിട്ടുള്ള ദ്വായിട്ട് കിട. അറഫാ നാളിൽ ധാരാളമായിട്ട് ഈ ദ്വാ നിങ്ങൾ ദ്വാർക്കണോ, സുജൂദിൽ നിങ്ങൾ ദ്വാർക്കണോ, അത്തഹിയാത്തുള്ള ഓതിട്ട് സലാം വീട്ടിലേക്ക് മുന്നലായിട്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് ചൊല്ലണിക്കത്തെ ഈ ഒരു ദ്വാർക്കണോ. രണ്ടാമത്തെ ദ്വാ ഏതെന്ന് കേട്ടെങ്കിൽ അല്ലെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാടിയത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലെ ഓരോരുത്തരും ചൊല്ലിയ വിഷയടിക്കടെ. ഇപ്പൊ നണ്ടൊട്ടിക്ക് എത്രയോ ഹാജിമാർ ഉംറത്തേക്ക് വേണ്ട അങ്ങനെ എല്ലാവരും ഫസ്റ്റ് വസിയത്താക്കരുത് അതാ ഈമാൻ കിട്ടി മരിക്കുവാനായിട്ട് ദ്വാർക്കണോ. കാരണം ഈമാനായിട്ട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മരിക്കുമ്പോൾ സലാമത്താവണം ചൊല്ലിയത്. ഞങ്ങളെ ഓരോരുത്തർ ആശയായിട്ടിക്കടെ, ഓരോരുത്തർ ആഗ്രഹ, ഓരോരുത്തർ ദ്വാതായിട്ടിക്കടെ. അപ്പൊ ഞങ്ങൾ യാറയാറുമായിട്ട് ദ്വാർക്കുണായി രണ്ടാമത്തെ ദ്വാ ചൊല്ലിയത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ നിന്റെ ആ ഒരു മുസ്ലിമായിട്ട് ഈമാനോടുകൂടെ നീനെ മരിപ്പാട്ടണോ. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ർസുഖ്നി ഹുസ്നൽ ഖാത്തിമ ലാസ്റ്റത്തെ ആ ഒരു തൻ്റെ മൗത്ത് നീനെ നല്ല ഒരു മരണമാക്കണോ ചൊല്ലിക്കത്തെ ഈ ഒരു ദ്വായിട്ടിക്കടെ ഞങ്ങൾ യാറയാറ് ദ്വാർക്കണോ. അല്ലേ ചിലപ്പോൾ ഞങ്ങൾ മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് കാഫിറായിട്ട് ചത്തുപോകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് എത്രയോ ആൾമാർ നോക്കിയ എന്തെല്ലാം മനുഷ്യന്മാർ അവസാനം ഈമാൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഗണിക്കത്തൊരവസ്ഥ. അതല്ലേ മരണസമയത്ത് ഇബ്ലീസിന്റെ വസ്വാസ് കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോകേണ്ട ഗണിക്കത്തെ എത്രയോ ആൾമാരുള്ള നബിമാർ സമയത്ത് പരിശുദ്ധമായ ഖുർആനിലെ നബിമാർ സമയത്ത് ദ്വാകാണ്ട് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. റബ്ബേ നിന്റെ മുസ്ലിമായിട്ട് നീ മരിപ്പാട്ടണോ, നിന്റെ സ്വാലിഹീങ്ങളൊട്ടിക്ക് നിന്റെ സേർപാട്ടും ചൊല്ലണിക്കത്തെ ആ ഒരു ദ്വാ ആ ഒരു അവസാനം എന്നല്ലാവണം. ഏതൊരു വിഷയം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ദുനിയാവിടെ ഒരു വിഷയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു മങ്ങിലത്തെ സദസ്സ് അതാ ഒരു ഹാളിൽ ചന്തത്തിൽ മങ്ങില നടന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് വന്നാൽ ചോറില്ല, വ്യവസ്ഥയില്ല, എന്തെല്ലാം ആയിപ്പോയെങ്കിൽ ചൊല്ലെങ്ങനെ എന്തൊരു മങ്ങില ഭാവ. ഫസ്റ്റ് എത്ര നല്ലതായിട്ട് ഇന്ത്യനെങ്കിലും ലാസ്റ്റ് വട്രാസിയാകുമ്പോൾ ലാസ്റ്റ് ചോറ് തീർന്നെങ്കിൽ എന്തൊരു മങ്ങിലാട്ട് മനുഷ്യന്മാർ ദൂരല്ലാട്ട് പറയിടല്ലാട്ട് നല്ലത് ചൊല്ലൽ. ഇതേപോലെ ആയിട്ട് ഏതൊരു മനുഷ്യരുടെയും അവസാനം നല്ലാവണം. ഹുസ്നുൽ ഖാത്തിമ ഈമാൻ കിട്ടിട്ട് മരിക്കണമെന്ന് ചൊല്ലി എനിക്കത്ത് വലിയൊരു നിയത്ത് അതുക്കുള്ള ദുആയിട്ടിക്കടെ ഇന്നത്തെ അറഫാ നാൾ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ മുസ്ലിമായിട്ട് നിന്റെ നീ മരിപ്പാട്ടണോ, നിന്റെ സ്വാലിഹീങ്ങളൊട്ടിಗೆ നിന്റെ സേർപാട്ടണോ. ഇതായിട്ടിക്കടെ യാറെ ദുആർക്കണായത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്ന ഒരു ദുആയിട്ടിക്കടെ. അപ്പൊ ഇത് ധാരാളമായിട്ട് ഇന്നത്തെ നാൾ ദുആർക്ക ഈമാൻ പഠിച്ചോൻ സലാമത്താക്കി തരുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു ദുആ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പാട്ടി തന്നെ എനിക്ക് ദുആയിട്ടിക്കടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാറെ ദുആർന്നു എന്ന് എനിക്ക് ഒരു ദുആ ആയിട്ടിക്കടെ. കാന അക്സറ ദുആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ദുആയിൽ നാണ് യാറെ കണ്ടത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ശ്രേഷ്ഠമായിട്ടുള്ള ദുആ. ഈ ദുആത്തിൽ എല്ലാം ഉണ്ട്, ദുനിയാവും ആഖിറവും എല്ലാം ഉൾക്കൊണ്ട് എനിക്കത്തെ ഒരു ദുആ ആയിട്ടിക്കടെ ഈ ദുആ. ഇത് യാറെ ദുആർക്കൊണ്ടുണ്ട് ഹബീബായ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കടെ. ഇതിൽ മൂന്ന് കാര്യമായിട്ടിക്കടെ മെയിൻ ആയിട്ടുള്ളൂ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന, ഒന്നാമത് ദുനിയാവിൽ നീ ഹസനത്ത് തരണോ. അങ്ങനെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഇതിനെ മുഫസ്സിരിങ്ങ വിവരിക്കരുത്. ദുനിയാവിൽ ഖൈറായത് നീ എന്തെല്ലാം ആഗ്രഹിച്ചുകൊണ്ടുള്ള നിന്റെ എന്തെല്ലാം മനസ്സിൽ എന്തെല്ലാം ഖൈറായ
നല്ല ഉദ്ദേശമുണ്ടോ അതെല്ലാം പൂർത്തിയായിട്ട് കിട്ടുണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തുൻ, ദുനിയാവിൽ ഹസനത്ത് കിട്ടണോ ചൊന്നതിനർത്ഥ ഒരാളെ നല്ലൊരു ഹൈറായ ഒരു പെണ്ണിടെ കിട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടോ എന്തെങ്കിലും ഇതേ ദുആ. അതേപോലെ ഒരു പെണ്ണായോലോ നല്ലൊരു പുതിയാമല് കിട്ടുകൊണ്ട് ആഗ്രഹിക്കും എന്തെങ്കിലും ഇത് ദുആ. അതേപോലെ ഒരാൾ നല്ല ഹൈറായ അക കിട്ടണോ എന്തെങ്കിലും ഈ ദുആ. നല്ല ബിസിനസ് കിട്ടണോ, നല്ല മക്കളെ കിട്ടണോ, എല്ലാത്തും ഒത്തകണിക്കത്തൊരു ദുആ ആയിട്ടിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അതേപോലെ വഫിൽ ആഖിറതി ഹസനത്തൻ, ദുനിയാവിലും അയ്യാവല ആഖിറത്തിലും ഹസനത്ത് കിട്ടണോ. ആഖിറത്തിൽ ഹസനത്ത് എന്തിനെ? ഹൗദുൽ കൗസർ. അതേപോലെ അർശിന്റെ തണല് സ്വർഗം കിട്ടണോ, ഹിസാബില്ലാണ്ട് സ്വർഗത്തിൽ കിടക്കണോ, സിറാത്ത് പാലം മിന്നു വിട്ട് കിടക്കും പോലെ ഇങ്ങനെ അതാ ആ ഒരു സിറാത്ത് പാല വിട്ട് കിടക്കണോ. ഇതെല്ലാം വന്നതില് വഫിൽ ആഖിറതി ഹസനത്തൻ, അതെല്ലാം ആഖിറത്തിലും നീ ഹസനത്ത് തരണം ചൊന്നതിന് അർത്ഥം അങ്ങനെയായിട്ടിക്കട്ടെ. വഖിന അദാബന്നാർ, എല്ലാവരും പേടിക്കണ എനിക്കത്തൊരു വിഷയമായിട്ടിക്കണം നരകം. അല്ലേ ഖുതുബത്തിൽ നിങ്ങൾ കേട്ടിറാ എല്ലാ വിഷയം ഒരുപാട് ചൊല്ലുമ്പോൾ നരകത്തെ വിഷയം പറയുമ്പോൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ മൂന്ന് വട്ടം ചൊല്ലി നരകത്തിൽ നിന്ന് കാക്കണോ, നരകത്തിൽ നിന്ന് സലാമത്താക്കണോ ഉണ്ടായിട്ടിക്കട്ടെ. അല്ലേ മൂന്ന് വട്ടമായിട്ട് കാണാൻ നരകം അത്ര ഡേഞ്ചർ ആയിട്ടിക്കട്ടെ. സുബൈത്തയും അതേപോലെ മഗ്രിബിയുടെ സമയത്ത് ഏഴേഴ് വട്ടം ചൊല്ലി അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകത്തിൽ നിന്ന് കാവൽ കേൾക്കട. അപ്പോൾ അല്ലാഹു വഖിന അദാബന്നാർ, ഈ ദുആത്തിൽ നരകത്തെ അദാബിൽ നിന്ന് കാക്കണോ ചൊല്ലി എനിക്കത്തെ ആ ഒരു ദുആവും കൂടി ഇതിൽ വന്ന് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എനിക്കത്തെ ഒരു ദുആ ആയിട്ടിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പോൾ നിങ്ങൾ എന്തൊരു അഗത്യം മനസ്സിൽ നിറച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ദുആ ഇറക്കുമ്പോഴത്തേക്കോ ആഖിറത്തുള്ള ആ ഒരു സലാമത്തല്ല, നരകത്തിൽ നിന്നുള്ള ആ ഒരു കാവൽ എല്ലാം നീയത്താക്കിയിട്ട് ഈ ഒരു ദുആ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എല്ലാ ദുആത്തും നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം തണ്ടാണ്ടായിട്ടിക്കട്ടെ. പ്രത്യേകിച്ചും ഇങ്ങനത്തെ അറഫ നാളിൽ ഈ ഒരു മൂന്ന് ദുആ നിങ്ങൾ മിസ്സാക്കുതീര. യാറെ ദുആ ഇറക്കണോ, പടച്ച റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളുടെ ദുആ അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. ചുമ്മത്താൽ മാറും ഇണ്ടത്തെ അറഫ നാല് ദുആർക്കോ ചൊന്നങ്ങുള്ള മക്കയില്ലാത്തങ്ങ ഹൈറായ മക്കൾ അല്ലാഹു കൊടുക്കട്ടെ. അല്ലെ ഒരു പുതിയാപ്പിലെ കിട്ടണമെന്ന് ചൊന്നിട്ട് ആഗ്രഹിച്ച് ദുആർക്കോ ചൊന്ന ഹൈറായ പുതിയാപ്പിലമാർ അല്ലാഹു കൊടുക്കട്ടെ. ഹൈറായ പെണ്ണിനെ കിട്ടണമെന്ന് ചൊന്നിട്ട് ദുആർക്കോ ചൊന്നങ്ങ അല്ലാഹു തആല ഹൈറായ ഇണയെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറായി. കട തീർക്കണമെന്ന് ചൊന്നങ്ങ പടച്ചോണം ഈ ഒരു നല്ല ബർക്കത്തിൽ അല്ലാഹു അങ്ങനെയും ഞങ്ങളെ എല്ലാ കടം അല്ലാഹു തീർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സമ്പത്തിൽ കുടുംബത്തിൽ എല്ലാത്തിലും അല്ലാഹു വലിയ ബർക്കത്ത് തരട്ടെ. കുറേ രോഗിങ്ങ ദ്വാർക്കോവേനായിട്ട് ചൊന്നറ പടച്ചോൺ എല്ലാവരെയും എല്ലാ രോഗങ്ങളും അല്ലാഹു ഷിഫയാക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ആരെല്ലാം ഞങ്ങളെ വീഡിയോ കാണുക ഞങ്ങളെ പിരിസ വെക്കണങ്ങ ഉള്ളാർ പടച്ചോൻ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെല്ലാവരെയും അവസാനം മരിക്കണ ടൈമിൽ ഈമാൻ സലാമത്തായിട്ട് മരിക്കണ ആൽമാരെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഞങ്ങൾ ആരെല്ലാം മരിച്ചു പോയാർ അല്ലാഹു ഞങ്ങളെ ഖബർ സ്വർഗമാക്കട്ടെ. അങ്ങനെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾക്കും പ്രത്യേകമായിട്ട് നിങ്ങൾ ദ്വാർക്കൊണ്ട് വസിയത്താക്കിക്കൊണ്ടുള്ള അതേപോലെ എപ്പോഴും ചൊല്ലതായിട്ട് ഈ വർഷത്തെ നിങ്ങളെ ഉംറ ബാച്ച് തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ് നാളെ ജൂൺ 28 താരീഖായിട്ട് എല്ലാ തിങ്കളും നിങ്ങൾ ഉംറ പാക്കേജ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ വണ്ടേനെ കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് ആവും. പഠിച്ചോ നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.